മീനൊന്നും മേടിച്ചില്ല. അപ്പോൾ കോൺഫ്ലവർ വയ്ക്കണം. അപ്പോൾ വായ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. വായ അപ്പോൾ ഒരു കുക്കർ അടപ്പത്ത് വെച്ചു. അതിൽ എണ്ണ ഒഴിച്ച് സവോള, പച്ചമുളക്, ഇഞ്ചി, വേപ്പിൻ്റെ ഇല ഒക്കെ ഇട്ട് ഒന്ന് വാടി വരട്ടെ. ഉപ്പിടണം വേഗം വാടാൻ. അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടണം. എരിവിനാവശ്യമുള്ള മുളകും പൊടി ഇടണം. മല്ലിപ്പൊടി ഇടണം. വാടി വരട്ടെ. നമ്മൾ പൊടിച്ച മസാലപ്പൊടി ഇടണം. തക്കാളി ഇടണം. കുട്ടിക്ക് അമ്മാമ്മ കറി വയ്ക്കുന്നത് കാണണമെന്ന് അംഗനവാടി പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് മാറി നിൽക്കണം. ഒരാഴ്ചയും കൂടി അംഗനവാടിയിലേക്ക് പോയിട്ട് UKG തുടങ്ങണമല്ലോ. അപ്പോൾ കുട്ടിക്കൊരു ആശ അമ്മാമാരെ കൂടെ നിന്നിട്ട് അമ്മാമ്മ കറി വയ്ക്കുന്നത് കാണണമെന്ന്. അതൊക്കെ വാടി വന്നു. അപ്പോൾ രണ്ടാം പാല് മൂന്നാം പാലൊക്കെ ഒഴിക്കും. ഉരുളൻകിഴങ്ങ് ഇട്ടിട്ട് കറി വയ്ക്കണത്. അപ്പോൾ ഉരുളൻകിഴങ്ങ് ഇടണം. അതിൽ കോളിഫ്ലവർ ഇടണം. ഇത് ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് കഴുകി വെച്ചതാണ് കേട്ടോ. കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. മൂടി വെച്ച് വേവട്ടെ. ഉരുളൻകിഴങ്ങൊക്കെ വെന്തു. അതിൽ ഒന്നാം പാൽ ഒഴിക്കണം. തിളക്കട്ടെ. തിളയ്ക്കണ നേരം കൊണ്ട് നമുക്ക് അപ്പുറത്ത് ചട്ടി വയ്ക്കാം. ചട്ടി വെച്ച് ചൂടായി എണ്ണ ഒഴിക്കണം. അപ്പോൾ തിളച്ച് പാകമായി. നമുക്കതിൽ വേപ്പിൻ്റെ ഇല ഇടാം. ഇത്തിരി മല്ലിയില ഇടാം. ഗ്യാസ് ഓഫ് ചെയ്യാം. എണ്ണ കാഞ്ഞതിലേക്ക് ഉള്ളി ഇടണം. ഉള്ളി മൊരിയട്ടെ. ഉള്ളിയൊക്കെ മൊരിഞ്ഞു. തുണ്ട് മുളകും പൊടി ഇടുന്നു. നമ്മുടെ കറി ഇവിടെ റെഡിയായി. ഇന്ന് ഇത്രയ്ക്കുള്ളൂ.